എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മാർച്ച് 9, 10 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ, അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ? ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആര് എന്നാണ്. അത് AV ഗോപിനാഥ്. ആരാണ്? AV ഗോപിനാഥ് ആണ്. വളരെ കൃത്യമായിട്ട് ഈ പേര് ഓർത്തു വെച്ചേക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ വളരെ വലിയൊരു പുരസ്കാരമൊന്നുമല്ല, എന്നിരുന്നാലും ചെറിയൊരു പുരസ്കാരമാണ്. അതായത് ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ഉള്ളൂർ സ്മാരക അവാർഡിന് അർഹനായത് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ? ഉള്ളൂർ സ്മാരക അവാർഡാണ്, പക്ഷെ ഏർപ്പെടുത്തിയത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി വെച്ചേക്കുക. ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ഉള്ളൂർ സ്മാരക അവാർഡാണ്. അപ്പൊ അതിന് അവാർഡ് കിട്ടിയത് TP വേണുഗോപാലനാണ്. EP വേണുഗോപാലന്റെ തുന്നൽക്കാരൻ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടുന്നത്. തുന്നൽക്കാരൻ എന്ന് പറയുന്ന കഥ എന്ത് ചെയ്തത്? പുരസ്കാരം കിട്ടിയത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒരു കൃതി പരിചയപ്പെടുത്താനായിട്ട് ഒരു അവാർഡ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാഡമിക് ചെയർ ആരംഭിക്കുന്നത് എവിടെയാണ്? അപ്പോൾ BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാഡമിക് ചെയർ ആരംഭിക്കുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണെന്നുള്ള കാര്യം ഓർക്കുക. ഈ കൊട്ടാരക്കര എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം പദ്ധതി സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ കൊട്ടാരക്കരയാണ്. ഇതേ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് നമ്മുടെ നിലവിലെ ധനമന്ത്രിയായിട്ടുള്ള ബാലഗോപാൽ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. സോ ഇവിടെ BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാഡമിക് ചെയർ ആരംഭിക്കുന്നത് കൊട്ടാരക്കരയാണെന്ന് പറഞ്ഞു, അത് കൊല്ലം ജില്ലയാണെന്ന് പറഞ്ഞു. അപ്പോൾ BR അംബേദ്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ഭരണഘടനയെ പറ്റി ഒന്ന് ഓർക്കണം. അപ്പോൾ ഭരണഘടനയും കൊല്ലവുമായിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റി കൂടി ഒന്ന് ഓർക്കണം. അതായത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ കൊല്ലം ജില്ലയാണ് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുളത്തൂപ്പുഴയാണ്, അതും കൊല്ലം ജില്ലയിലാണ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. കുറച്ച് മുന്നേ ഉള്ളൊരു കാര്യമാണ്, എന്നിരുന്നാലും വേണമെങ്കിൽ ചോദിക്കാമല്ലോ. ആ ഒരു അർത്ഥത്തിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് പാലങ്ങളെ പറ്റി ഇന്ന് ചർച്ച ചെയ്യാനുണ്ട്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം. അപ്പൊ എന്താണ് കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം? ഏതാണ്? അത് പടഹാരം പാലം. ഏതാണ്? പടഹാരം പാലമാണ്. ഇത് ആലപ്പുഴ ജില്ലയിലാണെന്നുള്ള കാര്യം ഓർക്കുക. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് ഈ പറയുന്ന പടഹാരം പാലം എന്ന് ഓർക്കാം. ദെൻ ഈ ഒരു പടഹാരം പാലം കണക്ട് ചെയ്യുന്നത് നെടുമുടിയെയും തകഴിയെയും തമ്മിലാണ്. നെടുമുടി, അതുപോലെ തന്നെ നെടുമുടി തകഴി പഞ്ചായത്തുകളല്ല. നെടുമുടി വേണു, തകഴി ശിവശങ്കരപ്പിള്ള അങ്ങനെയല്ല. നെടുമുടി എന്ന് പറയുന്ന സ്ഥലത്തെയും തകഴി എന്ന് പറയുന്ന സ്ഥലത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലമാണ് ഏതെന്ന് പറയുന്നത്? പടഹാരം പാലം എന്ന് പറയുന്നത്. ദീർഘകാലത്തെ ആവശ്യമായിരുന്നു, ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. ദെൻ ഇത് ഏത് നദിക്ക് കുറുകെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആദ്യം പമ്പ എന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. പമ്പയ്ക്ക് കുറുകെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പടഹാരം പാലം സ്ഥിതി ചെയ്യുന്നത്. അതൊന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ ചില മാധ്യമങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൂക്കൈതയാറിന് കുറുകെ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന പമ്പയുടെ ഒരു കൈവഴിയാണ് ഈ പറയുന്ന പൂക്കൈതയാറ്. സോ പമ്പയ്ക്ക് കുറുകെ അല്ലെങ്കിൽ പൂക്കൈതയാറിന് കുറുകെയാണ് എന്ത് ചെയ്യുന്നത്? പടഹാരം പാലം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പാലമാണ് പെരുമ്പളം പാലം എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരു പാലം ചർച്ചയിലുണ്ടായിരുന്നു അല്ലേ? അമ്പൂരിയിൽ വന്ന കുമ്പിച്ചൽ കടവ് പാലം. അപ്പൊ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പാലമാണ് പെരുമ്പളം പാലം എന്ന് പറയുന്നത്. അതായത് സംസ്ഥാനത്ത് കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലമാണ് ഇതെന്ന് പറയുന്നത് പെരുമ്പളം പാലം എന്ന് പറയുന്നത്. അതായത് പെരുമ്പളം ദ്വീപിനെ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പാലം വന്നിട്ടുള്ളത്. അതായത് ഏകദേശം 1.15 കിലോമീറ്റർ ആണ് ഈ ഒരു പാലത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ദെൻ വേമ്പനാട് കായലിന് കുറുകെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം ഈ കണ്ടന്റ് ഓർമ്മ നിൽക്കും. അതായത് സംസ്ഥാനത്ത് കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം എന്ന് പറയുന്നത് ഏതാണ്ടാ? അത് പെരുമ്പളം പാലമാണ്. വളരെ കാര്യമായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഒരു റെക്കോർഡ് ക്ലാസ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതായത് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വെറും 749 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാൻ പറ്റും. നമുക്കറിയാലോ പ്രിലിംസ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെയിൻസ് എഴുതാനായിട്ട് പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ടോപ്പിക് വൈസ് എക്സാമുകളും മോഡൽ എക്സാമുകളും ദെൻ സ്റ്റഡി മെറ്റീരിയൽസും മെന്റർ സപ്പോർട്ടും ഒക്കെ ഞങ്ങൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ വളരെ കുറഞ്ഞ റേറ്റ് ആണ്. ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതുവഴി പർച്ചേസ് ചെയ്യാം.
ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ വനിതാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന പദയാത്രയുടെ പേര് എന്താണ്? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന പദയാത്രയുടെ പേര് എന്തെന്നുള്ളതാണ്. ശക്തി വാക്ക്. എന്താണ്? ശക്തി വാക്ക്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ശക്തി വാക്ക് എന്നാണ് ആ ഒരു പദയാത്രയുടെ പേര്. എവിടെ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്തവ്യ പഥിലാണ് നടന്നത്. ഇനി അന്താരാഷ്ട്ര വനിതാ ദിനം പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, മാർച്ച് 8-നാണ് കേട്ടോ. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉൾനാടൻ ജലപാതയിൽ നദീതീര ലൈറ്റ് ഹൗസുകൾ സ്ഥാപിക്കപ്പെടുന്ന നദി ഏതാണ്? അപ്പൊ എന്താ പറഞ്ഞേ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉൾനാടൻ ജലപാതയിൽ നദീതീര ലൈറ്റ് ഹൗസുകൾ സ്ഥാപിക്കപ്പെടുന്നത് ഏത് നദിയിലാണ്? അത് ബ്രഹ്മപുത്രയിലാണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ നാഷണൽ വാട്ടർ വേ 2, അതായത് ദേശീയ ജലപാത 2-ലാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള നദീതീര ലൈറ്റ് ഹൗസുകൾ എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യണം. ഇനി അതുപോലെ തന്നെ ഈ ഒരു ജലപാത, ദേശീയ ജലപാത 2 എന്ന് പറയുന്നത് നമ്മുടെ അസമിലെ സാദിയ ദുബ്രി ഇതുവരെയാണ് അതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കൊൽക്കത്ത, ഹാൽദിയ തുറമുഖങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദേശീയ ജലപാത 2-ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ബേസിക്കായിട്ട് ജോഗ്രഫിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, എങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, യുനെസ്കോയുടെ 2026 ലോക എഞ്ചിനീയറിംഗ് ദിനത്തിന്റെ ഔദ്യോഗിക പങ്കാളിയായിട്ട് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കമ്പനി ഏത്? അപ്പൊ എന്താ പറഞ്ഞേ? യുനെസ്കോയുടെ 2026 ലോക എഞ്ചിനീയറിംഗ് ദിനത്തിന്റെ ഔദ്യോഗിക പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനി ഏത് എന്നുള്ളതാണ്. അദാനി ഗ്രൂപ്പാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം S-400 എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ച ഒരു പ്രതിരോധ ഉപകരണമാണ് അല്ലേ. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ എന്ത് ചെയ്യുക, ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനായിട്ട് നമ്മളെ സഹായിച്ചത് ഈ പറയുന്ന S-400 ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇത് 5 S-400 കൂടി എന്ത് ചെയ്യുന്നുണ്ട്? റഷ്യയിൽ നിന്ന് വാങ്ങാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാണ്? ഇന്ത്യ ഒരു 5 S-400 കൂടി റഷ്യയിൽ നിന്ന് വാങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഏകദേശം 400 കിലോമീറ്ററിലേറെ ദൂരപരിധിയിലുള്ള ഡ്രോണുകളും വിമാനങ്ങളും വീഴ്ത്താനായിട്ട് ഇതിനെ സാധിക്കും. ഒരേ സമയം 36ഓളം എന്താണ് ലക്ഷ്യം ടാർഗറ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് സൈക്ലിംഗ് ലീഗ് ഓഫ് ഇന്ത്യ 2026 വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അപ്പൊ എന്താ പറഞ്ഞേ? സൈക്ലിംഗ് ലീഗ് ഓഫ് ഇന്ത്യ 2026 വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏത് എന്നുള്ളതാണ്. അഹമ്മദാബാദ് ആണ് എന്നുള്ളൊരു കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതേ അഹമ്മദാബാദിലാണ് 2030 എന്ത് ചെയ്യാൻ പോകുന്നത്? കോമൺവെൽത്ത് ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഫ്രാഞ്ചൈസി അടിസ്ഥാനമാക്കി നടക്കുന്ന ഒരു സൈക്ലിംഗ് ലീഗാണ് ഈ പറയുന്ന 2026 നടക്കുന്ന സൈക്ലിംഗ് ലീഗ് ഓഫ് ഇന്ത്യ. അപ്പൊ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. ഇനി നമ്മുടെ അറിവിടത്തെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അറിവിടത്തെ പറ്റി പരിചയപ്പെടുത്താനൊന്നുമില്ല, എല്ലാവർക്കും അറിയാം അല്ലെ. 4 പുസ്തകങ്ങളാണ്, SS-ന്റെ 2, സയൻസിന്റെ 2. സോ അറിവിടം ടെക്സ്റ്റ് വാങ്ങിച്ചവരൊക്കെ പഠിച്ചു തീർത്തോ? ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയ്ക്കകത്ത് നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഞങ്ങളൊരു വർക്ക് ബുക്ക്, ഒരു പ്രാക്ടീസ് ബുക്ക് പുറത്തിറക്കിയിരിക്കുകയാണ്. നിലവിൽ സോഷ്യലിന്റെ പ്രാക്ടീസ് ബുക്കാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏകദേശം 2500-ലേറെയുള്ള ചോദ്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ 250 രൂപ മാത്രമാണ് ഇതിന്റെ വില. ദെൻ വെറുതെ ചോദ്യങ്ങൾ ആൻസർ അല്ല, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ SCRT ലെവലിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നാലും അല്ലാതെ ഒരു ഡയറക്റ്റ് MCQ വന്നാലും നിങ്ങൾക്കത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് സഹായിക്കുന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഉടനെ തന്നെ പർച്ചേസ് ചെയ്യുക, പഠിക്കുക, SCRTയുടെ മാർക്ക് അങ്ങ് സെറ്റാക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ സ്വന്തമായിട്ട് ബാർബി ഡോൾ മോഡൽ നൽകി ആദരിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. അപ്പോൾ എന്ത് ചെയ്യുന്നു? വനിതാ ദിനത്തോടനുബന്ധിച്ച് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ്? ബാർബി ഡോൾ മോഡല് നൽകി ആദരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഏത് താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്മൃതി മന്ദാന. ആരാണ്? സ്മൃതി മന്ദാനയാണ്. ഈ സ്മൃതി മന്ദാനയെ പറ്റി റീസെന്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മുടെ എന്താണ് ICCയുടെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ആരാണ്? സ്മൃതി മന്ദാനയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല ഒരു ഇന്ത്യൻ താരം എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ബാർബി ഡോൾ മോഡൽ നൽകി ആദരിക്കപ്പെടുന്നത്. ഇതിന് മുൻപായാലും ഈ പറയുന്ന നമ്മുടെ ദീപ കർമാക്കർ ജിംനാസ്റ്റിക്സ് താരം, അതുപോലെ തന്നെ മാനസി ജോഷി പാരാ ബാഡ്മിന്റൺ താരം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിൽ ആദരിക്കപ്പെട്ട വ്യക്തികളാണ്. പക്ഷേ ഇതാദ്യമാണ് ലോകത്തിൽ തന്നെ ഒരു ക്രിക്കറ്റ് താരം ഇത്തരത്തിൽ ആദരിക്കപ്പെടുന്നത്. ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ബാർബി മോഡൽ നൽകി ആദരിക്കപ്പെട്ട ക്രിക്കറ്റ് താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെ? സ്മൃതി മന്ദാന തന്നെ. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായിട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? അപ്പൊ എന്താ പറഞ്ഞേ? കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ രാജ്യം ഏതെന്നാണ്? ചിലിയാണ്. എന്നാൽ ലോകത്തിൽ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയ രണ്ടാമത്തെ രാജ്യം കൂടിയാണ് എന്ന് പറയുന്നത് ചിലി. അപ്പോൾ ലോകത്തിൽ തന്നെ രണ്ടാമതായിട്ട് കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ചിലിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രാജ്യം ഏതാ? നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ള അപ്പൊ ഏതാണ്? ജോർദാനാണ് കേട്ടോ. ജോർദാനാണ്. മുൻപ് പഠിച്ച കാര്യമാണ്, ഒന്നും കൂടെ ഒന്ന് ഓർമ്മിച്ചെടുത്തോ. അപ്പോൾ കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായിട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട, ഈ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് WHO ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതെന്നാണ്. അപ്പോൾ WHO ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ജോർദാൻ, രണ്ടാമത്തേത് ചിലി. ഇന്നെ അമേരിക്കയിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചിലിയാണെന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിപ്പോൾ ഞാൻ പറയാതെ തന്നെ ഇതിൽ ഏകദേശം കണ്ടന്റ് നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് 2026 പുരുഷ T20 ലോകകപ്പാണ്. ജേതാക്കൾ ഇന്ത്യ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? ആരാണ് ക്യാപ്റ്റൻ? സൂര്യകുമാർ യാദവ്. ആരാണ് പരിശീലകൻ? ഗൗതം ഗംഭീർ. ഇത് രണ്ടും അറിയാം അല്ലെ? അപ്പോൾ ഗൗതം ഗംഭീർ എന്ന് പറയുന്നത് ഒരു കളിക്കാരനായിട്ടും അതേപോലെ തന്നെ ഒരു പരിശീലകനായിട്ടും T20 വേൾഡ് കപ്പ് നേടിയ ആദ്യ താരമാണ്. അപ്പോൾ എന്താണ്? പരിശീലകനായിട്ടും കളിക്കാരനായിട്ടും T20 വേൾഡ് കപ്പ് നേടിയ ആദ്യ താരം ആരെന്ന് ചോദിച്ചാൽ അത് ഗൗതം ഗംഭീർ ആണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം 2007 ഇന്ത്യ T20 വേൾഡ് കപ്പ് നേടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അന്ന് ഗൗതം ഗംഭീർ നമ്മുടെ ടീമിലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എന്താണ്? നമ്മുടെ പരിശീലകനാണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുമല്ലോ. ദെൻ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ. ഇന്ത്യയുടെ മൂന്നാമത്തെ കിരീടമാണ്. അതായത് 2007 പ്രഥമ T20 വേൾഡ് കപ്പ് മഹേന്ദ്ര സിംഗ് ധോണിയാണ് അന്ന് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ. ദെൻ 2024 അന്ന് കിരീടം നേടിക്കൊടുത്തത് ആരാണ്? രോഹിത് ശർമ്മയാണ് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ. ദെൻ 2026 ഇന്ത്യ കിരീടം നേടുന്നു. ഇപ്പോൾ സൂര്യകുമാർ യാദവ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപ്റ്റനാണ്. ഇനി നമ്മുടെ വേൾഡ് കപ്പ് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ T20 വേൾഡ് കപ്പ് ആയിക്കോട്ടെ, ഏകദിന വേൾഡ് കപ്പ് ഒക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ നേടുന്ന സമയത്ത് അതിലൊരു മലയാളി സാന്നിധ്യം എന്തായാലും ഉണ്ടാവും. അതുപോലെ എന്തുണ്ട്? നമ്മുടെ മലയാളിയായുള്ള സഞ്ജു സാംസണും ഇത്തവണത്തെ വേൾഡ് കപ്പ് ടീമിലും കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് ടീമിലും ഉണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ 2 T20 വേൾഡ് കപ്പ് നേടുന്ന ആദ്യ മലയാളി എന്നുള്ള നേട്ടം ആര് സ്വന്തമാക്കിയിരിക്കുകയാണ്? സഞ്ജു സ്വന്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല, പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി? കളിക്കാൻ സാധിക്കുകയും അദ്ദേഹം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് നടന്നത്. അതുപോലെ തന്നെ 20 ടീമുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബംഗ്ലാദേശ് പങ്കെടുക്കുമെന്നുണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം അവർ എന്ത് ചെയ്തു? പിന്മാറുകയും അതിന് പകരം സ്കോട്ട്ലൻഡ് ആണ് ആ ഒരു ഇതിലേക്ക് വരികയും ചെയ്തത്. സോ അതുകൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി ഒരു ടൂർണമെന്റ് ആണ്. സോ ഒരു ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് പ്ലെയർ ഓഫ് ദ ഫൈനലിലെ താരം ആരാണ്? അത് ജസ്പ്രീത് ബുംറയാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ദെൻ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു സാംസൺ. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ, അതായത് ഒരു ICC T20 വേൾഡ് കപ്പിലെ ഫൈനലിലെ താരമാകുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ, ആദ്യ മലയാളി എന്നീ നേട്ടങ്ങൾ ആര് സ്വന്തമാക്കിയിരിക്കുന്നു? സഞ്ജു സാംസൺ സ്വന്തമാക്കിയിരിക്കുന്നു. ദെൻ ഒരു T20 വേൾഡ് കപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം എന്ന് പറയുന്ന നേട്ടവും സഞ്ജു സ്വന്തമാക്കിയിരിക്കുന്നു. വിരാട് കോഹ്ലിയെ മറികടന്ന് 321 റൺസ് എന്ന് പറയുന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. ദെൻ ഒരു T20 വേൾഡ് കപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന നേട്ടം സഞ്ജുവും, ഒരു T20 വേൾഡ് കപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ എന്ന് പറയുന്ന നേട്ടവും എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുന്നു. സോ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ്? അത് ഷാഹിബ് സാദാ ഫർഹാൻ ആണ്. ഷാഹിബ് സാദാ ഫർഹാൻ ആണ്. അദ്ദേഹം പാകിസ്ഥാൻ താരമാണ്. ദെൻ കൂടുതൽ വിക്കറ്റ് നേടിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുംറയും വരുൺ ചക്രവർത്തിയുമാണ്. പക്ഷേ ബെസ്റ്റ് ബോളർ എന്നാണെങ്കിൽ അത് ബുംറയാണ്. കാരണം എക്കോണമിയുടെ ഒരു അടിസ്ഥാനത്തിൽ ബുംറയാണ് ബെസ്റ്റ് ബോളർ എന്ന് പറയുന്നത്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമുക്ക് T20 വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു T20 വേൾഡ് കപ്പിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ കണ്ട് കുറച്ചും കൂടെ കാര്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്ന ഒരു പുസ്തകമാണ്. അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ഒക്കെ ഇപ്പോൾ മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് കം മെയിൻസ് റാങ്ക് ഫെയിൽ ഓൾറെഡി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3 വോളിയോ ആണ്. അതുപോലെ തന്നെ SCRT ഫാക്ടുകൾ, മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ തന്നെ ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ AV ഗോപിനാഥ് ആണ്. ദെൻ അടുത്തത് ഉള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ഉള്ളൂർ സ്മാരക അവാർഡിന് അർഹനായത് ആരെന്നാണ്. അത് TP വേണുഗോപാലനാണ്. തുന്നൽക്കാരൻ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത്. ദെൻ അതിനുശേഷം പറഞ്ഞത് BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാഡമിക് ചെയർ ആരംഭിക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞു, കൊട്ടാരക്കരയാണ്. ദെൻ അതിനുശേഷം കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം എവിടെയാണെന്ന് പറഞ്ഞു, അത് പടഹാരം പാലമാണെന്നുള്ള കാര്യം ഓർക്കുക. നെടുമുടി അതേപോലെ തന്നെ തകഴി പഞ്ചായത്തുകളെ തമ്മിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്.
അതിനുശേഷം പറഞ്ഞത് പെരുമ്പളം പാലത്തെ കുറിച്ചായിരുന്നു. ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അതായത് സംസ്ഥാനത്ത് കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലമാണ് ഏതെന്ന് പറയുന്നത് പെരുമ്പളം പാലം എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പടകാരം പാലം പറഞ്ഞു. അതായത് ഇരുനിലയുള്ള പാലം എന്ന് പറയുന്നത് പടകാരം പാലമാണ്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് അത്തരത്തിലൊരു പാലം. ദെൻ നമ്മൾ കുമ്പിച്ചൽ കടവ് പാലം പറഞ്ഞു അല്ലെ, ഒരു ഡാം റിസർവോയറിന് മുകളിലൂടെ അല്ലെങ്കിൽ ഒരു നദിക്ക് മുകളിലൂടെ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം കുമ്പിച്ചൽ കടവ് പാലമാണ്. ദെൻ ഇപ്പോൾ പറഞ്ഞു പെരുമ്പളം പാലം. എന്താ പ്രത്യേകത? സംസ്ഥാനത്തെ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം എന്ന് പറയുന്നത് ഏതാണ്? പെരുമ്പളം പാലമാണ്. അപ്പോൾ ഇങ്ങനെ റീസെന്റ് ആയിട്ട് ഏറ്റവും പ്രത്യേകതയുള്ള 3 പാലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയിൽ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അതിനുശേഷം പറഞ്ഞു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന പദയാത്ര ഏതാണെന്ന് പറഞ്ഞു അല്ലെ. എന്താ അതിന്റെ പേര്? ശക്തി വാക്ക്. എന്താണ് ശക്തി വാക്ക് എന്നാണ്. അതിനുശേഷം പറഞ്ഞ പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉൾനാടൻ ജലപാതയിൽ നദീതീര ലൈറ്റ് ഹൗസുകൾ സ്ഥാപിക്കപ്പെടുന്നത് ഏത് നദിയിൽ എന്നുള്ളതാണ്. ബ്രഹ്മപുത്രയിലാണെന്നുള്ള കാര്യം ഓർക്കുക. ദേശീയ ജലപാത 2-ലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ സ്ഥാപിക്കുന്നത്. അതിനുശേഷം യുനെസ്കോയുടെ 2026 ലോക എഞ്ചിനീയറിംഗ് ദിനത്തിന്റെ ഔദ്യോഗിക പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കമ്പനി ഏതെന്നാണ്? അദാനി ഗ്രൂപ്പ് ആണെന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക. അത് എളുപ്പമാണ്, നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പേരല്ലേ. അതിനുശേഷം നമ്മുടെ ഇന്ത്യ ഒരു 5 S-400 കൂടി റഷ്യയിൽ നിന്ന് വാങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ നിർണായകമായ പങ്ക് വഹിച്ച ഒരു ഡിഫൻസ് ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന S-400 എന്ന് പറയുന്നത്. അതിനുശേഷം സൈക്ലിംഗ് ലീഗ് ഓഫ് ഇന്ത്യ 2026 വേദിയാകുന്ന ഇന്ത്യൻ നഗരം പറഞ്ഞു. ഏതാണ്? അഹമ്മദാബാദ്. ഇതേ അഹമ്മദാബാദിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ 2030 കോമൺവെൽത്ത് ഗെയിംസും നടക്കുന്നത്. അതിനുശേഷം പറഞ്ഞ പോയിന്റ്, കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായിട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് പറഞ്ഞു. അത് ചിലിയാണ്. ദെൻ 2026 പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ ആരാണെന്ന് പറഞ്ഞു. ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയുടെ 3ാമത്തെ കിരീടമാണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ കിരീടം നിലനിർത്തിയ ആദ്യത്തെ ടീം അല്ലെങ്കിൽ തുടർച്ചയായി 2 കിരീടങ്ങൾ നേടിയ ആദ്യ ടീം എന്നീ നേട്ടങ്ങൾ ഇന്ത്യ സ്വന്തമാക്കി. അതിനൊപ്പം തന്നെ സ്വന്തം രാജ്യത്ത് വെച്ച് നടന്ന T20 വേൾഡ് കപ്പിൽ കിരീടം നേടിയ ആദ്യ ടീമായിട്ടും ആര് മാറി? ഇന്ത്യ മാറി. കൃത്യമായിട്ട് പഠിക്കുക. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, ഗൗതം ഗംഭീർ കോച്ച്, ദെൻ സഞ്ജു സാംസൺ എന്ന് പറയുന്ന മലയാളി ടീമിലുണ്ടായിരുന്നു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽ സജ്ജമാകുന്നത് എവിടെയെന്നാണ്. അപ്പോൾ കൊച്ചിയിലാണോ, തോന്നയ്ക്കലാണോ, ചേർത്തലയാണോ, പുനലൂരാണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, മൊബിലിറ്റി, സുസ്ഥിരത, സാങ്കേതിക വിദ്യ, നവീകരണം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ചത് ഏത് രാജ്യമെന്നാണ്. അപ്പോൾ ഫിൻലാൻഡ് ആണോ, ദെൻ നോർവേ ആണോ, നെതർലൻഡ് ആണോ, ഫ്രാൻസ് ആണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, പശ്ചിമ ബംഗാളിന്റെ പുതിയ ഗവർണർ ആരെന്നാണ്. അത് RN രവി ആണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം ആനന്ദ ബോസ്, CV ആനന്ദ ബോസ് ഇപ്പൊ എന്ത് ചെയ്യുകയുണ്ടായി, അദ്ദേഹം റീസെന്റ് ആയിട്ട് രാജിവെക്കുകയുണ്ടായി. ഈ പറയുന്ന RN രവി തമിഴ്നാടിന്റെ ഗവർണർ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് അദ്ദേഹം മാറുമ്പോൾ നമ്മുടെ കേരള ഗവർണർ ആയിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ത് ചെയ്യുന്നു, തമിഴ്നാട് ഗവർണറിന്റെ അധിക ചുമതല കൂടി നോക്കും എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യുക. പക്ഷെ അവിടെ പുതിയ ഗവർണർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി കൂടി ഒന്ന് നോട്ട് ചെയ്യണം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിന്റെ കഥ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആര് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് R രാജശ്രീ ആണ്. നമുക്കറിയാം ആത്രേയകം എന്ന് പറയുന്ന നോവൽ എഴുതിയത് ഈ പറയുന്ന രാജശ്രീ ആണ്. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതും ആ പുസ്തകത്തിന് 2021 എന്താണ് കേരള സാഹിത്യ അക്കാദമി അവാർഡും ആർക്ക് കിട്ടിയിട്ടുണ്ട്, രാജശ്രീക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 മാർച്ച് 9, 10 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.